ഹായ് ഓൾ, ആർക്കിടെക്ചറൽ ഡിസൈൻ സീരീസിലെ ചാപ്റ്റർ നമ്പർ 5 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, കേസ് സ്റ്റഡീസ്. ആൾറെഡി നമ്മൾ എൻക്വയറി തൊട്ട് സൈറ്റ് അനാലിസിസ് വരെയുള്ള സ്റ്റെപ്സ് എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു പ്രൊജക്റ്റിൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിനെ കുറിച്ചാണ്. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻ ഡെപ്ത് എക്സാമിനേഷൻ ഓഫ് പെർട്ടിക്കുലർ പ്രൊജക്ട് ഓർ ഗ്രൂപ്പ് ഓഫ് പ്രൊജക്ട്സ്, കോൺസെപ്റ്റ്സ് ആൻഡ് ഹൈലൈറ്റ്സ് എക്സെട്ര which are in relation with the project that have to execute or initiate. നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസൈനിങ് പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മാച്ച് ആവുന്ന അല്ലെങ്കിൽ സിമിലർ ടൈപ്പിലുള്ള പ്രൊജക്ട്സും അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഹൈലൈറ്റ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ളത്. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള റഫറൻസ് സ്റ്റഡിയിലൂടെ മാത്രമേ കൂടുതൽ ഐഡിയാസും കോൺസെപ്റ്റ്സും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. സോ ഒരു പ്രൊജക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ്, സിമിലർ പ്രൊജക്ട്സ്, അതിനെ കണക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി നമ്മൾ ഇതിൻ്റെ ഇനീഷ്യൽ ഫേസിൽ തന്നെ ചെയ്യണം. ആ ഒരു പ്രൊസീജിയറിനെയാണ് കേസ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. ഇതിലൂടെ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ആ പ്രൊജക്ട്സിൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ ഔട്ട്കംസ് എന്താണോ അത് എക്സാക്റ്റ് മെത്തേഡിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു പ്രൊസീജിയർ കേസ് സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. 2 മെത്തേഡ്സിലാണ് നമ്മൾ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്, ലൈവ് ആൻഡ് ലിറ്ററേച്ചർ കേസ് സ്റ്റഡി. ഒന്നും കൂടെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊജക്റ്റ് ഡിസൈനിങ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ തരത്തിലുള്ള പ്രൊജക്ട്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊജക്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും സ്റ്റഡി ചെയ്ത് ഡാറ്റ കളക്ഷൻ നടത്തുന്ന ആ ഒരു പ്രൊസീജിയറിനാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. 2 തരത്തിലാണ് നടത്തുന്നത്, ലൈവ് ആൻഡ് ലിറ്ററേച്ചർ കേസ് സ്റ്റഡി. ലൈവ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ബൈ ഡയറക്റ്റ് വിസിറ്റാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനാണ് ലൈവ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദി ഐഡിയാസ്, കോൺസെപ്റ്റ്സ്, മെത്തഡോളജീസ് ആൻഡ് മെറ്റീരിയൽസ് എക്സെട്ര ബൈ ഡയറക്റ്റ് വിസിറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടുതലായിട്ടുള്ള ഓറിയൻറ്റേഷനും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ പ്രൊജക്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലൈവ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഇൻറ്റീരിയർ പ്രൊജക്റ്റാണ് ചെയ്യുന്നത്, അതിൽ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് മെറ്റീരിയൽസിനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ മെറ്റീരിയൽ സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സിൽ നമ്മൾ വിസിറ്റ് നടത്തിയിട്ട് പ്രോപ്പറായിട്ടൊരു മെറ്റീരിയൽ സ്റ്റഡി നടത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഡിസൈനിങ് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് വിസിറ്റിലൂടെ എവിടെയൊക്കെയാണോ വിസിറ്റ് പോയി കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നത് അതിനെല്ലാം കേസ് സ്റ്റഡീസ്, ലൈവ് കേസ് സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. അതിൽ മേ ബി ഓൺ ഗോയിങ് പ്രൊജക്ട്സ് ഉണ്ടാകാം, ഫിനിഷ്ഡ് പ്രൊജക്ട്സ് ഉണ്ടാവാം, സ്റ്റോർ വിസിറ്റ്സ് ഉണ്ടാവാം, ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, ഇത്തരത്തിലുള്ള പല ഏരിയാസിൽ നമ്മൾ വിസിറ്റ്സ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാളും കാര്യങ്ങളൊക്കെയാണ് ലാറ്ററൈറ്റ് സ്റ്റോണിൽ ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട ടെക്സ്ചേർഡ് ഫിനിഷുള്ള ലാറ്ററൈറ്റ് ആണോ നമുക്ക് അവൈലബിൾ എന്ന് അറിയണമെങ്കിൽ മേ ബി നമ്മൾ ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ കോറീസ് വിസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ലൈവായിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ വിസിറ്റ്സും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് അതിനാണ് ലൈവ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് കേസ് സ്റ്റഡിയാണ് ലിറ്ററേച്ചർ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ബൈ ഡയറക്റ്റ് വിസിറ്റ് അല്ലാതെ ഏതൊക്കെ മെത്തേഡ്സിൽ ഡാറ്റ കളക്ഷൻസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ലിറ്ററേച്ചർ കേസ് സ്റ്റഡി എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ബുക്സ് റെഫർ ചെയ്യുന്നത്, കോഡ്സ് ഓഫ് പ്രാക്ടീസസ് റെഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് യൂട്യൂബ് ചാനൽസ്, ഇൻസ്റ്റാഗ്രാംസ്, അതുപോലെ തന്നെ ആർക്കി ഡെയിലി പോലുള്ള വെബ്സൈറ്റ്സ് വിസിറ്റ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ലിറ്ററേച്ചർ കേസ് സ്റ്റഡീൻ്റെ പാർട്ടിലാണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് വിസിറ്റിലൂടെ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കണ്ടൻറ്റുകൾ ഒരു പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ കേസ് സ്റ്റഡീസിലൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. യൂട്യൂബ് ചാനൽസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മോഡേൺ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങും ആർക്കിടെക്ചറൽ മെറ്റീരിയൽസിനെ കണക്ട് ചെയ്യുന്ന വീഡിയോസും പ്രസൻറ്റേഷൻസൊക്കെ നമ്മൾ ഒരുപാട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റ്സ് ഒരുപാട് അവൈലബിൾ ആണ്, ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്, ഒരുപാട് ആർക്കിടെക്ചറൽ പ്രാക്ടീസിങ് കോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം റെഫർ ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവിന് മാച്ച് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ടോ അതെല്ലാം ലിറ്ററേച്ചർ കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ് വരുന്നത്. സോ അത്തരത്തിൽ നമുക്ക് ലൈവ് ആൻഡ് ലിറ്ററേച്ചർ കേസ് സ്റ്റഡി എന്ന് പറയുന്ന 2 മെത്തേഡ്സിൽ നമുക്ക് ഈ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ മൂവ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ പ്രൊജക്റ്റ് എന്താണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റാണോ എന്നുള്ളൊരു ഐഡിയ ഇനീഷ്യൽ ക്ലയൻറ്റ് മീറ്റിങ്ങും സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് മാച്ച് ആവുന്ന തരത്തിലുള്ള പ്രൊജക്ട്സും കാര്യങ്ങളും വിസിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്ന പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ചില കേസിലെല്ലാം നമ്മൾ ലൈവായിട്ട് പോയിട്ട് നടത്തുന്ന കണ്ടൻറ്റ്
കളക്ഷൻസ് ഉണ്ടായിരിക്കാം. ബാക്കിയെല്ലാം നമ്മൾ ഇത്തരത്തിൽ ലൈവ് അല്ലാണ്ട് ഡയറക്റ്റ് വിസിറ്റ്സ് അല്ലാതെ ചെയ്യുന്നതും ഉണ്ടായിരിക്കും. അതിനാണ് ലിറ്ററേച്ചർ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡാറ്റ കളക്ഷൻസ് എസ്പെഷ്യലി ഒരു ഫ്രഷറായിട്ടുള്ള ഒരു പ്രൊഫഷണലിന് കാര്യങ്ങളെക്കുറിച്ചൊരു പ്രോപ്പർ ധാരണ ഉണ്ടാവാനും കൂടുതൽ ഐഡിയ ഡെവലപ്പ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കേസ് സ്റ്റഡി പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റഡി എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. താങ്ക് യു.